സാധാരണ രീതിയിൽ ഒരു സ്മെല്ല് വരേണ്ടതാണ്. ആ സ്മെല്ല് വരാത്തതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അപ്പുറം ഇപ്പുറം അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ CCTV ഒക്കെ നമ്മൾ എടുത്താണ്, തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ. അപ്പം ഇവിടെ സ്മെല്ല് വരാത്തതാണ് നമ്മൾ ഈ ഇന്നറായിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ട് നോക്കിയത്, കാടുകളിലാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്തത്. ആരും പിന്നെ അങ്ങനെ സംശയം കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നത് തൊട്ടടുത്ത് തന്നെ 50 മീറ്ററേ ഉള്ളൂ, കുട്ടികൾ കളിക്കുന്നതാണ്. ഈ ഏരിയയിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് പോലീസിന്. പക്ഷേ ടവർ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും ബോഡി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് ഇന്ന് കിട്ടുന്നുള്ളൊരു ഇത്ര ആൾക്കാർ വലിയ ഒരു പ്രതീക്ഷ പറയാൻ കാരണം. ഇവരുടെ ദൃശ്യങ്ങളൊന്നും ഇല്ല, അവിടെ ഇവൻ വരുന്നൊരു CCTV, അവൻ മനീഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഉണ്ടാക്കുന്ന ഒരു CCTV നമുക്ക് കിട്ടിയിരുന്നു. അതിന് ശേഷമുള്ള CCTVകളുള്ള ഏരിയ അല്ല ഇത്. കാരണം ഈ പറഞ്ഞ പോലെ മൃതദേഹം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മണമൊക്കെ വരേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? ചൂടുകാലമായതുകൊണ്ടാണ് അങ്ങനെ ഒരു അതിന്റെ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളതാണ് പ്രതീക്ഷിച്ചത്. കാരണം ഇത്രയും ദിവസം ഒരു 3-4 ദിവസം നല്ല സ്മെല്ല് വരേണ്ടതാണ്. ഇത്ര അടുത്തടുത്ത് വീടുകളിരിക്കുന്നു, 50 മീറ്ററോളം വീടുകളിലേക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കാടുകളിൽ തെരച്ചിൽ നടത്താൻ കൂടുതലായിട്ട് കാരണം. ഇത് വലിയ ഏരിയ, കാടുകൾ തന്നെ ഒരുപാട് വലിയ 100 ഏരിയ കാടുകളായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഇന്ന് പെരുതാൻ കാരണം. അതുകൊണ്ടാണ് ഇന്ന് ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ട് നാട്ടുകാരുടെ സഹകരണത്തോടെ നമ്മൾ സെർച്ച് നടത്താൻ കാരണം. ഇപ്പൊ തന്നെ പൂർത്തിയാക്കും ചെയ്യും. അത്രയും പെട്ടെന്ന് തന്നെ ഇൻക്വസ്റ്റ് കൂടെ ഡോഗ് സ്ക്വാഡ്, അതുപോലെ ഫിംഗർ പ്രിന്റ്, ഫോട്ടോഗ്രാഫർ, മറ്റു അവരോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ബാക്കി നടപടി എടുക്കും. ഫലം കണ്ടു എന്ന് പറയാം, ദുഃഖകരമായ ഫലമാണ് അത് തന്നെ നമുക്ക്. കാരണം നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രായമുള്ളൊരു കുട്ടിയാണ്. നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം കുട്ടി അവിടെ ജീവിച്ചിരിക്കുന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. ഇവർ മൊബൈൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. വളരെ വേദനാജനകമാണ്. എങ്കിലും ഇത് ഒരു പര്യവസാനം ഉണ്ടായാൽ പോലീസ് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ. എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാണ്. നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഈ കാസർകോട്ടെ കാണാതായ 15-കാരിയും അതുപോലെ തന്നെ 42 വയസ്സുകാരനായ ആ ഒരു വ്യക്തി, അയൽവാസിയും ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു വിവരമാണല്ലോ നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച സംഭവിച്ചതിനെതിരെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് നേരിടുന്നത്. പെൺകുട്ടിയെ കാണാതായിട്ട് 28 ദിവസം കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ ഒരു പോലീസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ പെൺകുട്ടിയെ കാണാതായത് അന്ന് മുതൽ തന്നെ അയൽവാസിയും കാണാനില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പരക്കെ സോഷ്യൽ മീഡിയയിലെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടി ആ ഒരു അയൽക്കാരനുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെയായിരുന്നു ഒരു വാർത്ത പരന്നിരുന്നത്. കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്നുള്ള ചർച്ചകൾ വരെ പോലീസ് വിശ്വസിക്കുകയായിരുന്നു. ആ ഒരു ചർച്ച വരെ പോയി. ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും അന്ന് ഒരു തുമ്പും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ഈ ഒരു പെൺകുട്ടിക്ക് 15 വയസ്സാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു പോക്സോ കേസാണ് വരുന്നത്. കാരണം പ്രായപൂർത്തി പോലും ആവാത്ത, 18 വയസ്സ് പോലും ആകാത്ത ഒരു പെൺകുട്ടിയാണ് ഒരു 42 വയസ്സുകാരനായി കൊണ്ടുപോയത്. അതിനെ തട്ടിക്കൊണ്ടുപോക്കൽ എന്ന രീതിയിൽ തന്നെ അത് ഒരു പോക്സോ കേസ് ചുമത്താവുന്ന കേസായിരുന്നിട്ട് കൂടി ഈ ഒരു പോലീസ് ആ ഒരു രീതിയിൽ പോലും ഇതിനെ ശ്രമിച്ചിരുന്നില്ല. ടവർ ലൊക്കേഷൻ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഇതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടുകൂടിയാണ് ഈ ഒരു പോലീസ് ഈ ഒരു അന്വേഷണം ഊർജിതമാക്കിയതും വിഷയം അന്വേഷിക്കാൻ തുടങ്ങിയതും. ശരിക്കും കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ അന്വേഷണം ഊർജിതമാക്കിയത്. ഈ ഒരു അന്വേഷണത്തിൽ അതുവരെയും ഈ ഒരു കേസിന്റെ അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല എന്ന് വേണം കരുതാൻ. ഫെബ്രുവരി 12 പുലർച്ചെ വീട്ടിൽ നിന്ന് കാണാതായ ഈ ഒരു 15-കാരിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നല്ലോ ദിവസങ്ങളോളം ആ ഒരു നാട് മുഴുവനും. ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ 26 ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെയും അയൽവാസിയായ പ്രദീപിനെയും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള കാട്ടിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഫെബ്രുവരി 11 സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം അനുജത്തിയാണ് മാതാപിതാക്കളെ അറിയിച്ചത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നാണ് മകൾ പുറത്തേക്ക് പോയതെന്ന് രക്ഷിതാക്കൾക്കും മനസ്സിലായി. പിന്നീട് തിരച്ചിലായിരുന്നു. പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് അത് സ്വിച്ച് ഓഫ് ആയി. കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നത്. പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറായ പ്രദീപിലേക്ക് നീണ്ടു. പെൺകുട്ടിയുടെയും വീട്ടുകാരുടെ വിശ്വസ്തനായിരുന്നു ഈ ഒരു പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി. പെൺകുട്ടിയുടെ അച്ഛന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നതും ഈ ഒരു പ്രദീപായിരുന്നു. ഇയാൾ ആ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. കുട്ടിയെ കാണാനില്ല എന്ന് വിവരം അറിഞ്ഞപ്പോൾ പിതാവ് ആദ്യം ഫോൺ ചെയ്തതും ഈ ഒരു പ്രദീപിനെ ആയിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ആയ ആ ഒരു ദിവസം തന്നെയായിരുന്നു ഈ ഒരു പ്രദീപിന്റെ ഫോണും ഓഫായത്. അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് പോലീസ് ആദ്യം സംശയിച്ചതും. ഇയാളുടെ ഫോണും 12-ാം തീയതി തന്നെ സ്വിച്ച് ഓഫ് ആയി. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാട്ടിലെ പ്രദേശവാസികളും പോലീസും തെരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലുള്ള കൂർഗിലെയും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാതിരുന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായിട്ട് പോലീസിനെതിരെ രംഗത്തു വന്നിരുന്നു. തുടർന്ന് കുട്ടിയുടെ മാതാവ് മഞ്ചേശ്വരം MLA ആയ KM അഷറഫിനെ വിവരം അറിയിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു.
അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് SP-ക്ക് അപേക്ഷയും നൽകി. ഞായറാഴ്ച 7ഓളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് 90 ഏക്കർ വിസ്തൃതിയിലുള്ള കാട്ടിൽ വ്യാപക തെരച്ചിൽ നടത്തി. ഈ തെരച്ചിലിലാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പുമല്ലാതെ മറ്റ് വസ്തുക്കളൊന്നും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നില്ല. 10ാം ക്ലാസ് മോഡൽ പരീക്ഷയും IT പ്രാക്ടിക്കൽ പരീക്ഷയും പെൺകുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. SSLCക്ക് പരീക്ഷയ്ക്ക് എത്താതിരുന്ന പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതരും ഈ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. ഇതേ തുടർന്ന് ചൈൽഡ് ലൈനിലും പരാതി നൽകിയിരുന്നു. പെൺകുട്ടിക്കൊപ്പം കാണാതായ പ്രദീപിനെതിരെ ആരോപണമായി മാതാപിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് ഒരേ ഇടത്ത് നിന്നായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തെരച്ചിലിനാണ് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നത്. അതേസമയം തന്നെ ഈ ഒരു പെൺകുട്ടിയെ കാണാതായ ദിവസം മുതൽ തന്നെ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതും പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത 50-ലധികം ചിത്രങ്ങൾ അയച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുമെന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നത്. പിന്നാലെ അവരെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും പരിശോധനയും തുടങ്ങി. കർണാടകയിലെ പെൺകുട്ടിയുടെയും പരിചയക്കാരികളുടെയും ബന്ധുക്കളുടെയും തെരച്ചിൽ ഊർജിതമാക്കി. പൈവളികയിലെ വീടും പരിസരവും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ല എന്നുള്ള ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് കൂടുതൽ ആളുകളെ എത്തിച്ച് കർശനമായ പരിശോധന പോലീസ് ആരംഭിച്ചത്. ഈ തിരച്ചിലിലാണ് വീടിന് സമീപത്തെ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പേരുടെയും മൃതദേഹങ്ങൾക്കടുത്ത് 2 ഫോണുകളും കണ്ടെത്തി. ഒരു കത്തിയും ഒരു ചോക്ലേറ്റും മൃതദേഹങ്ങൾക്ക് സമീപമുണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ പരിസരത്ത് നിന്ന് ആത്മഹത്യ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇനി വസ്ത്രത്തിലെ ആത്മഹത്യ കുറിപ്പുണ്ടോ എന്നുള്ളത് ഇൻക്വസ്റ്റിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാതിരുന്നതും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു മൃതദേഹം കണ്ടെത്താൻ ആ ടവർ ലൊക്കേഷൻ ഇവരെ കാര്യമായിട്ട് അതിനെ ഉപയോഗിച്ചില്ല എന്ന്, അതായത് അതിന് പോലും കഴിയാതിരുന്നത് ഈ ഒരു പോലീസിന്റെ വീഴ്ച പറ്റിയതിന്റെ ഒരു ഉത്തമ തെളിവ് തന്നെയല്ലേ. ഇന്ന് രാവിലെ മുതൽ 52 അംഗ പോലീസ് സംഘവും നാട്ടുകാരും അടക്കമാണ് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിയത്. അതിന്റെ ഇടയിലാണ് ഇരുവരുടെ മരിച്ച നിലയിൽ ആ ഒരു മൃതദേഹം കണ്ടെത്തുന്നതും. പൈവളികയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള മണ്ടേക്കാപ്പ് ഗ്രൗണ്ടിനടുത്തുള്ള അൽക്കേഷ്യ മരത്തില് തൂങ്ങി മരിച്ച നിലയിലാണ് ഈ ഒരു പെൺകുട്ടിയെയും അതുപോലെ ഈ ഒരു 42 വയസ്സുകാരനെയും കണ്ടെത്തിയത്. ഇരുവരുടെ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 12 മുതലാണ് ഈ പെൺകുട്ടിയെ കാണാതായെന്നാണ് മാതാപിതാക്കൾ പരാതി നൽകിയത്. ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ച് പരിശോധനയും നടത്തിയിട്ടുണ്ടായിരുന്നു. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണിത്. തോട്ടത്തിലെ ഉൾഭാഗങ്ങളിലാണ് കൂടുതൽ തെരച്ചിൽ നടത്തിയിരുന്നതെന്നും നേരത്തെ ഈ ഭാഗത്ത് തെരച്ചിൽ കാര്യമായി നടത്തിയിരുന്നില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഈ ഒരു പെൺകുട്ടിയെ കാണാതായതിനോടൊപ്പം തന്നെ ഈ അയൽവാസിയും കാണാതായിരുന്നല്ലോ. കാണാതായി 26 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനയും നടത്തുന്നത്. മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് മൊബൈൽ ഫോണും കത്തിയും അടക്കം കണ്ടെത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും ഈ ഒരു മരണം സംഭവിച്ചിട്ട് കുറച്ചു ദിവസമായി ഇത്തരത്തിൽ ഈ ഒരു മൃതദേഹത്തിലെ രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം എന്നിട്ട് പോലും ഈ ഒരു പോലീസ് നായ്ക്കളെ പോലും ഉപയോഗിച്ച് ഒരു തുമ്പ് കണ്ടെത്താനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല. വളരെ വൈകിട്ടാണ് ഈ ഒരു പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് തന്നെ.